അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ട് വരാഹമൂർത്തിയായിട്ട് തന്നെ മഹാവിഷ്ണു അവതരിച്ചു? വേറെ എത്രയോ മൃഗങ്ങളുണ്ട്, വലിയ കൊമ്പനാന. എന്തുകൊണ്ട് വരാഹമൂർത്തിയായിട്ട് തന്നെ അവതരിച്ചു? പന്നിയാട്ട്, കാട്ടുപന്നിയാട്ട്. ലോകത്തിൽ 23 ഡിഗ്രി കർവുള്ള ഏക കൊമ്പുള്ള ജീവി വരാഹം. ശ്രീ സുരേഷ് ശിവശൈലം സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. നമസ്തേ സർ, ഈ വേദിക് ജ്യോതിഷം ചെയ്യുന്ന ഒരാളാണ്. ഈ വേദിക് ജ്യോതിഷം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ വേദിക് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാരണം, എന്താണ് വേദിക് ജ്യോതിഷം? വേദത്തിൻ്റെ ഒരു അംഗമാണ് വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നത്. അതായത് വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദിക് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? പല കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിന് പല രീതിയിൽ ജ്യോതിഷത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രധാനമായിട്ട് നമ്മളൊരു ജ്യോതിഷനെ കാണാൻ ചെല്ലുമ്പോൾ അവർ കവടി പ്രശ്നം നോക്കും. നമുക്കൊക്കെ അറിയാവുന്നതാണ്, സിനിമയിലും സീരിയലിലും നമ്മൾ പൊതുവെ കാണുന്നത് കബഡി പ്രശ്നം നോക്കുക എന്നുള്ളവരാണ്. നമ്മൾ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് കബഡി എടുക്കുക ആണല്ലോ. കാവ്യം കണ്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. കബഡി എടുക്കേണ്ടുന്നത് ഒരു വ്യക്തിയുടെ ഗ്രഹനിലല്ല, ഹൊറോസ്കോപ്പ് അല്ലെ പ്ലാനറ്ററി പൊസിഷൻ കിട്ടി അതിനകത്തൂടെ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ കബഡി എടുക്കൂ. തലക്കുറി എന്ന് പറയത്തില്ല, ആ തലക്കുറിയാണ് ജാതകം. അതാണ് അതിൻ്റെ സയൻസ്. ഒരു വ്യക്തി ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കും. ഇപ്പം നമ്മുടെ ചുറ്റും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, കാവ്യക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. ഇത് ഈ കുറേ ഫ്രണ്ട്സ് നമുക്ക് നല്ല രീതിയിൽ ഗുണം തരുന്നവരോ നമുക്കുള്ള വെൽവിഷറൊക്കെ ആയിരിക്കും. ചില ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട്സ് എന്ന് തോന്നും, അവസരം കിട്ടിയാൽ പാരവാക്കും. അങ്ങനെയൊക്കെ പലരുടെ ലൈഫിലുണ്ടാകുന്നത്. എന്നാൽ നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും, അത് നമ്മുടെ നല്ല ഫ്രണ്ട്സാണ്, എന്ത് കാര്യം ഷെയർ ചെയ്യും. ഇതേ ഒരു സംഭവമാണ് ജ്യോതിഷത്തിനകത്ത് അല്ലെ ജാതകത്തിനകത്ത് ഗ്രഹങ്ങളുടെ അവസ്ഥ. മനസ്സിലായില്ലേ? ഇപ്പോൾ തന്നെ ആ ഗ്രഹങ്ങളിനകത്ത് ചില ഗ്രഹങ്ങൾ, ഒരാൾക്ക് വ്യാഴവും ചൊവ്വായും സൂര്യനും നല്ലതാണെങ്കിൽ മറ്റൊരാൾക്ക് ഈ 3 ഗ്രഹങ്ങളും നെഗറ്റീവായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ജനന ലഗ്നം എന്ന് പറയും. അതായത് ജനന സമയത്ത് ഏത് രാശിയാണോ സൂര്യന് നേരെ ഉദിച്ചു നിൽക്കുക, അതാണ് ലഗ്നം. അപ്പം ആ ലഗ്നത്തിനെ ആസ്പദമാക്കിയിട്ട് 2 or 3 ഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ഒരുപക്ഷെ അനുകൂലമായിട്ട്. ആ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഗ്രഹനിലയാണ് തലക്കുറി. ഒരു വ്യക്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഈ ഗ്രഹനില മാത്രം. അപ്പം നമ്മൾ ചൊവ്വാദോഷമെന്ന് കേൾക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ, 8ൽ ചൊവ്വ 7ൽ ചൊവ്വ. അപ്പോൾ ഈ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ആ വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ജ്യോതിഷത്തിൻ്റെ ഗുണങ്ങളുണ്ടാകുന്നത്. ഇതിപ്പം ന്യൂമറോളജി, രക്തം, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ വേദിക് ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഇപ്പം ജാതകം പരിശോധിച്ചു, ഗ്രഹനില പരിശോധിച്ചു, ധനുലഗ്നക്കാരനാണ്. അപ്പോൾ ആ ധനുലഗ്നത്തിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള 3 പ്ലാനറ്റാണ് സൂര്യനും വ്യാഴവും ചൊവ്വായും, സൺ, ജൂപ്പിറ്റർ ആൻഡ് മാർസ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ 3 ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അത് നമ്മൾ നോക്കുക. ഇപ്പോൾ ഏത് ദശയാണ് ആ വ്യക്തിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? ചിലർ പറയത്തില്ലേ അവനിപ്പോൾ ശുക്രദശയാണെന്ന്. ഒരു കാര്യമില്ല. ഇടവലഗ്നം തുലാലഗ്നക്കാർക്കൊക്കെയാണ് ശുക്രദശ നല്ലതാണ്. മറിച്ച് ധനുലഗ്നക്കാരന് ശുക്രൻ 6ാം ഭാവാധിപനാണ്. രോഗത്തിൻ്റെ ശത്രുവിൻ്റെ സ്ഥാനാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ ധനുലഗ്നക്കാരനൊരു ഗുണവുമില്ല. അപ്പം ശുക്രദശ ചിലരൊക്കെ നല്ലതായിരിക്കും. ഇനി ശനിദശ എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നവർക്ക് ശനി നല്ലതാവും. ഈ പറഞ്ഞ ഇടവലഗ്നക്കാർക്കും തുലാലഗ്നക്കാർക്കും ശനി യോഗകാരനാണ്. നേരെ മറിച്ച് ധനുലഗ്നക്കാരന് ശനി ദോഷമാണ്. അപ്പം ഈ എല്ലാ ഗ്രഹങ്ങളും എല്ലാ വ്യക്തികൾക്കും ഗുണവും ദോഷവും ചെയ്യും. ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ജ്യോതിഷ ചെയ്യേണ്ടത്. ഇതാണ് വേദിക് ജ്യോതിഷത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം. ഇനി ഈ ജാതകം നോക്കിയിട്ട് നമുക്കിപ്പം വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച കാര്യങ്ങൾ ഏകദേശം അയാളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഫ്യൂച്ചറിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അയാൾക്കുള്ള ജോലി, ജാതകം നോക്കിയിട്ട് നമുക്ക് ജോലി അറിയാൻ പറ്റും, ആരോഗ്യം അറിയാൻ പറ്റും. ഇപ്പം തന്നെ ജന്മദോഷങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പം വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇന്ന ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. അപ്പം ഈ ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 60, എന്നെ സംബന്ധിച്ച് ഒരു 60-70% നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ ഓക്കെ ആണെങ്കിൽ അയാൾക്കുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് ജാതകം മതി.
ഗ്രഹനില, പ്ലാനറ്ററി പൊസിഷൻ. ഉം. അതല്ല എന്നുണ്ടെങ്കിലാണ് കവടി. കവടി. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഉം. പരിഹാരങ്ങൾ പല രീതിയിലുണ്ട്. താന്ത്രികമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അറിയാം, കാവിക്കറിയാം, ക്ഷേത്രങ്ങളിലുള്ള വഴിപാട്, അർച്ചന, പിന്നെ നമ്മൾ സ്വയം ജപിക്കേണ്ട ചില മന്ത്രങ്ങൾ, ഇതൊക്കെ താന്ത്രിക പരിഹാരങ്ങളാണ്. പിന്നെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന പരിഹാരങ്ങളുണ്ട്. സയൻറ്റിഫിക് പരിഹാരം എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ, രത്നധാരണം. അത് നമുക്ക് പിന്നീട് അടുത്ത എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ ഈ താന്ത്രികമായിട്ടുള്ള പരിഹാരം ചെയ്യുമ്പോൾ ഞാൻ ചില ആൾക്കാർക്ക് കണ്ട ശനി ദോഷമുണ്ട്, അല്ലെങ്കിൽ ഏഴാണ്ട് ശനി ദോഷമുണ്ട്, അപ്പോൾ ഞാൻ ശനിയുടെ മന്ത്രം ജപിക്കാൻ പറയും. ഉം. നീലാഞ്ജന സമാലാപം, രവിപുത്രയമാഗ്രഹം എന്നുള്ള മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഓം ശ്രീ ശനീശ്വര എന്നുള്ളത്. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ പറ്റും. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? വീട്ടിൽ രാവിലെ ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് അത് ഉം. എച്ചിലാവാതെ നല്ല ഒരു ക്ലീൻ ചിരട്ടയ്ക്കകത്ത് ആ ഫുഡ് ചിരട്ട വെച്ച് കൊടുക്കുക. കാക്കയ്ക്ക് ഒരു ചിരട്ടയിൽ വെള്ളവും വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചില ആൾക്കാർ ചോദിക്കും അതിനകത്തൊക്കെ സയൻറ്റിഫിക് വല്ലതും ഉണ്ട്. ജ്യോതിഷത്തിനെ സയൻറ്റിഫിക് ഇല്ല. ഇതൊരു ശാസ്ത്രവും വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് നടക്കുന്ന ഞാൻ ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താന്ത്രികമായിട്ടുള്ള പരിഹാരം പറയുമ്പോൾ പലരും ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണ് തെളിവാന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ ഇത് ചെയ്താൽ ഗുണമുണ്ടാകും. അങ്ങനെ ചോദിക്കുന്നതിലൂടെ ഞാൻ ചിലപ്പോൾ മറുചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചിലരൊക്കെ പിണങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഉം. വടക്ക് കിഴക്കോട്ട് 21 ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി ഇരിക്കുന്നത്. പഠിച്ചിട്ടുള്ളതല്ലോ. അതെ. ഗ്ലോബ് ഉം. നമ്മൾ കൊണ്ടുവരുമ്പോൾ അച്ചുതണ്ടിനകത്തിരിക്കുന്നത്. അച്ചുതണ്ട് ആര് കണ്ടിട്ടുണ്ട്? കേട്ടിട്ട്. കേട്ടിട്ടേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ആൻ ഇമാജിനറി സോഴ്സ്. ഇതൊരു സാങ്കല്പിക അച്ചുതണ്ടാണ്. സാങ്കല്പിക പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഉണ്ടെന്ന്. അപ്പോൾ ഈ അച്ചുതണ്ടിനെ കുറിച്ച് നമ്മളിപ്പം ആധുനിക ശാസ്ത്രമാണ് പറയുന്നത്. വടക്ക് കിഴക്കോട്ട്, ഈ വടക്ക് കിഴക്കോട്ട് 21 ഡിഗ്രി ചരിഞ്ഞ് ഭൂമി ഇരിക്കുന്നതുകൊണ്ടാണ് വാസ്തുവിനകത്ത് വടക്കോട്ടും കിഴക്കോട്ടും ചെരുവുള്ള ഭൂമി വീട് വെക്കാൻ ഉത്തമമാണെന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ. വടക്കോട്ടും കിഴക്കോട്ടും ചെരുവുള്ള ഭൂമി ഉത്തമമാണെന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഭൂഗോളം തന്നെ വടക്ക് കിഴക്കോട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തുള്ളൊരു സയൻസ് ഞാൻ പറഞ്ഞാൽ പുരാണമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യകൂർമ്മ വരാഹ അവതാരം, മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരം. വരാഹമൂർത്തി എന്തിനാ അവതരിച്ച്? ഭൂമിയിൽ പ്രളയം വന്ന് ഭൂമി വെള്ളത്തിൽ താന്നുപോയി. എന്നുവെച്ചാൽ ഭൂമി വെള്ളത്തിൽ താന്നൊന്നല്ല, വെള്ളത്തിൽ മുങ്ങി ഭൂമി. അപ്പോൾ ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വരാനാണ് വരാഹമൂർത്തി അവതരിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ട് വരാഹമൂർത്തിയായിട്ട് തന്നെ മഹാവിഷ്ണു അവതരിച്ചു? വേറെ എത്രയോ മൃഗങ്ങളുണ്ട്, വലിയ കൊമ്പനാന. എന്തുകൊണ്ട് വരാഹമൂർത്തിയായിട്ട് തന്നെ അവതരിച്ചു? പന്നിയായിട്ട്, കാട്ടുപന്നിയായിട്ട്? മറുപടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ലോകത്തിൽ 23 ഡിഗ്രി കർവുള്ള ഏക കൊമ്പുള്ള ജീവി വരാഹം. അതിൻ്റെ സയൻസ് ഇതാണ്. ആധുനിക ശാസ്ത്രം 21 ഡിഗ്രി കർവുള്ള അച്ചുതണ്ടിനകത്താണ് ഭൂമി ഇരിക്കുന്നത്. സാങ്കല്പികമാണ്. ഓക്കെ, സമ്മതിച്ചു. ഇത് നമ്മുടെ ഋഷിമുനിമാർക്ക് അങ്ങനെ മനസ്സിലായി. 21 ഡിഗ്രി ചരിവുള്ള വരാഹമൂർത്തിയെ തന്നെ അവർ ഇതിനൊക്കെ ഈ കഥയ്ക്ക് പിന്നിൽ കൊണ്ടുവന്ന എന്തിനാണ്? അപ്പം നമ്മുടെ മുനിമാരുടെയും നമ്മുടെ ഋഷിമാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ ചിന്താഗതിയോടെ വരെ പോയി. 21 ഡിഗ്രി ചരിവുള്ള കർവുള്ള കൊമ്പിനകത്താണ്, അല്ലെങ്കിൽ ഒരു തണ്ടിനകത്താണ് ഭൂമി ഇരിക്കുന്നത്. അവരന്നേ കണ്ടുപിടിച്ചു. നമ്മളിപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഈ ഹനുമാൻ ചാലിസ എന്നും പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കേട്ടാൽ മതി. അത് എഴുതിയ തുളസീദാസ മുനിയാണ്, നോർത്ത് ഇന്ത്യക്കാരൻ. ഒരു ആലിൻ്റെ മൂട്ടിയെടുത്താണ് പുള്ളി എഴുതുന്നത് ഹനുമാൻ ചാലിസ. ജയ ഹനുമാൻ ജ്ഞാനഗുണസാഗർ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ 40 ശ്ലോകങ്ങൾ. ചാലിസ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് അറിയാം, ചാലിസ എന്ന് പറഞ്ഞാൽ 40. അതിനകത്ത് ഭൂമിയിൽ നിന്നും സൂര്യനേക്കുള്ള ദൂരം നാസ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി കൃത്യമായിട്ട് പറയുന്നു. 15,36,00,000 കിലോമീറ്റർ. ഗൂഗിൾ സെർച്ച് ചെയ്താണ്. അതതിനകത്ത് നമ്മുടെ നാഴിക വിനാഴിക കിലോമീറ്റർ ആ ഒരു കണക്കിൽ പറയുന്നുണ്ടത്. ഇവരുടെ കണക്കും പ്രകാരം 15 കോടിയേ പറയുന്നുള്ളൂ. നാസയുടെ കണക്കും പ്രകാരം 15 കോടിയാണ് പറയുന്നത്. അതിനകത്ത് പുള്ളി ആ കഥാസാരം പറയുന്നതെന്ന് പറഞ്ഞാൽ, ബാലഹനുമാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉദയസൂര്യനെ കണ്ടുകൊണ്ട് പഴുത്ത പഴമാണെന്ന് പറഞ്ഞ് ചാടി. കേട്ടിട്ടുണ്ടോ? ആ ചാടിയ ദൂരമാണ് പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. ഇത്ര യോജന ആണ് ഹനുമാൻ സ്വാമി സൂര്യനിലേക്ക് ചാടിയ ശ്ലോകമാണ്. അത് കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ 15,36,00,000 കിലോമീറ്റർ എന്ന് കിട്ടും. 850-900 വർഷം മുമ്പ് എഴുതിയതാണ് തുളസീദാസ മുനി. നാസ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. 15 കോടി. എന്നിട്ട് അവർ പറയുന്നുണ്ട് മേ ബി പ്ലസ് ഓർ മൈനസ്, അങ്ങോട്ടും കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. അത് നാസയുടെ കണ്ടെത്തലാണ്.
പക്ഷേ പുള്ളിക്കാരന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞിരിക്കുകയാണ് 15,36,00,000 കിലോമീറ്റർ ആണ്. ഇപ്പം നാസ പറഞ്ഞത് അതാണ് കറക്റ്റ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോൾ അങ്ങനെയുള്ള പല ആചാര്യന്മാരുമാണ് ജ്യോതിഷത്തിന് പ്രജ്ഞാതാക്കൾ. വരാഹമികരൻ, പരാശരൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത് വെറുതെയാണ് എന്നൊക്കെ പറയുന്നൊരു വളരെ മറുപടിയായിട്ട് ഇതിനുള്ള ഉദാഹരണങ്ങളെല്ലാം നമ്മുടെ പുരാണത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. താങ്ക് യു സർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സുരേഷ് ശിവശൈലവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ സുരേഷുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.